ബി.ജെ.പിയുടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിച്ചേക്കും. 150ഓളം മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളായിരിക്കും പട്ടികയിൽ ഉൾപ്പെടുക എന്നാണ് സൂചന. രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനായി കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി വൈകിട്ട് 6-ന് AICC ആസ്ഥാനത്ത് യോഗം ചേരും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടാകും. വയനാടിനു പുറമെ അമേഠിയിലും രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിക്കാനാണ് ഹൈക്കമാൻഡിന്റെ നീക്കം. റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചേക്കും. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് രാധാകൃഷ്ണനാണ് ചേരുന്നത്. എന്തായാലും അടുത്തു തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകും. അതിനു മുമ്പ് തന്നെ സജ്ജരാകുകയാണ് പാർട്ടികൾ. സ്ഥാനാർത്ഥി പട്ടികയൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ ബി.ജെ.പിയുടെയും കോൺഗ്രസിന്റെയും ഒക്കെ രണ്ടാം ഘട്ട പട്ടിക വരുന്നു. വിശദാംശങ്ങൾ. തീർച്ചയായിട്ടും നമ്മൾ പതിവില്ലാത്ത ഒരു കാഴ്ചയാണ് ഇത്തവണത്തെ പൊതുതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാണുന്നത്. പ്രഖ്യാപനം ഉണ്ടാകുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥി നിർണയം അത് കോൺഗ്രസ് പോലും പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് വളരെ മത്സരബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിനനുബന്ധമായിട്ട് ഇന്ന് ബി.ജെ.പിയുടെയും കോൺഗ്രസിൻ്റെയും ദേശീയ നേതൃയോഗങ്ങൾ സ്ഥാനാർത്ഥി നിർണയത്തിന് വേണ്ടിയിട്ട് ചേരുന്നുണ്ട്. ബി.ജെ.പിയെ സംബന്ധിച്ച് അവരുടെ 150ഓളം പേരുടെ പട്ടിക രണ്ടാം ഘട്ടത്തിൽ പ്രഖ്യാപിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. കോൺഗ്രസും സമാനമായിട്ടുള്ള ചിന്ത മനസ്സിൽ വെച്ച് പുലർത്തുന്നു. ഇതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകളാണ് രണ്ട് പാർട്ടികളിലും നടക്കുന്നത്. ഇരു പാർട്ടികളെ സംബന്ധിച്ചും വലിയ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് വിജയത്തിൽ കുറഞ്ഞൊന്നും ഈ പാർട്ടികൾ ലക്ഷ്യമിടുന്നില്ല. അതിനു വേണ്ടിയിട്ടുള്ള പ്രചരണം ഏതാണ്ട് ഒരു 50 ദിവസത്തിന് മേൽ 60 ദിവസത്തോളം സ്ഥാനാർത്ഥികൾക്ക് പ്രചരണത്തിന് വേണ്ടി ലഭിക്കുന്ന വിധത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണം കൊണ്ടുപോകാനാണ് ഇപ്പോൾ ഈ പാർട്ടികൾ ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകളായിരിക്കും ഉണ്ടാവുക. കോൺഗ്രസിനെ സംബന്ധിച്ച് ദേശീയ രാഷ്ട്രീയത്തിലെ നിലവിലുള്ള സാഹചര്യത്തിൽ അമേഠിയിലും റായ്ബറേലിയിലും നെഹ്റു കുടുംബാംഗങ്ങൾ തന്നെ മത്സരിക്കണം എന്ന ഉത്തർപ്രദേശ് ഘടകത്തിൻ്റെയും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാന ഘടകങ്ങളുടെയും നിർദ്ദേശം അവർക്ക് മുന്നിലുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കുന്ന തീരുമാനം വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. റായ്ബറേലിയാണ് ഇക്കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒന്ന്. അവിടെ ഇതിനകം തന്നെ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സോണിയാഗാന്ധിയുടെ സിറ്റിംഗ് മണ്ഡലമായിട്ടുള്ള കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് നിലനിർത്താൻ സാധിച്ച ഏക സീറ്റാണ് റായ്ബറേലി. ആ റായ്ബറേലിയിൽ കോൺഗ്രസിന് നെഹ്റു കുടുംബാംഗത്തിലൂടെ വീണ്ടും ആ സീറ്റ് നിലനിർത്തുക എന്ന ലക്ഷ്യമാണ് അവർക്ക് മുന്നിൽ ഉള്ളത്. നിലവിലുള്ള സാഹചര്യത്തിൽ ഈ SP-യുമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ധാരണ അഥവാ സഖ്യം വലിയ ഗുണം ചെയ്യും പല മണ്ഡലങ്ങളിലും എന്നൊരു വിലയിരുത്തൽ കോൺഗ്രസിനുള്ളിൽ ഉണ്ട്. അതുകൂടി മുൻനിർത്തിക്കൊണ്ടുള്ള സ്ഥാനാർത്ഥി നിർണ്ണയമാണ് കോൺഗ്രസ് നടത്തുന്നത്. ബി.ജെ.പിയെ സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ വാരണാസിയിലായിരുന്നു. അതിനുശേഷം എത്തിയ അദ്ദേഹം വളരെ ശക്തമായിട്ട് പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പട്ടിക നിർണ്ണയവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് സ്വീകരിക്കുക. നിലവിലുള്ള MP-മാരിൽ ചിലർക്ക് സ്ഥാനം നഷ്ടമാകും എന്നതടക്കമുള്ള സീറ്റ് നഷ്ടമാകും എന്നതുൾപ്പെടെയുള്ള സൂചനകളും ഇപ്പോൾ ലഭ്യമാണ്. ക്രിസ്റ്റീന. ശരി, രാധാകൃഷ്ണനാണ് വിവരങ്ങളുമായി ചേർന്നത്. ക്രിസ്റ്റീന പറഞ്ഞതുപോലെ തന്നെ വലിയ രാഷ്ട്രീയ ചൂടിലേക്ക് കടക്കുകയാണ് രാജ്യം. എത്രയോ മുൻപേ തന്നെ തുടങ്ങിയിരിക്കുന്നു അല്ലേ? അതെ, ആർക്കെ പറയായിരുന്നു കോൺഗ്രസ് വരെയും പട്ടിക പുറത്തിറക്കുന്നു എന്ന്. കാരണം സാധാരണ കോൺഗ്രസ് ആണ് ഒരു താമസിച്ചു പട്ടിക ഇറക്കുന്ന ഒരു നേരത്തെ തന്നെ തുടങ്ങിയിരിക്കുന്നു.